നമസ്കാരം. സത്യത്തിൽ ചിരി അടക്കാൻ വയ്യ, വേറെ ഒന്നും കൊണ്ടല്ല. കുറച്ചേരം മുമ്പാണ് ശോഭാ സുരേന്ദ്രന്റെ ഒരു വാർത്താ സമ്മേളനം കാണാനിടയായത്. തിരുവനന്തപുരത്തായിരുന്നേ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. മുഴുവൻ വിഡ്ഢിത്തവും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലിരുന്ന് മൊത്തത്തിൽ ചീഞ്ഞിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഈ തിരിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യമൊക്കെ കേട്ടിട്ട് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി ഓടണോ അതോ ചത്തോണം കിടക്കണോ എന്നൊക്കെ ആലോചിച്ച് കാണും എന്ന് പോലും അത് കണ്ടപ്പോ തോന്നിപ്പോയി. നമുക്കെന്നാ ഒരു വശത്ത് നിന്ന് തുടങ്ങാം അല്ലെ. ആദ്യം തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രന് BJP എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അറിയും. പിണറായി വിജയൻ എന്ന് പേര് കേട്ടാൽ തന്നെ ഇവർക്ക് പേടിയാണ് എന്നറിയാമല്ലോ. അതുകൊണ്ട് പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അറിയാമല്ലോ, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു രീതിയിലും പിണറായി വിജയന്റെ ഒരു രോമത്തിന് പോലും ഏൽക്കുന്നില്ലല്ലോടെ, പേടിക്കുന്നില്ലല്ലോടെ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ശോഭാ സുരേന്ദ്രൻ പറയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ട് ഒരിക്കൽ പോലും പിണറായി വിജയനെ പറ്റി പിണറായി വിജയന്റെ മകളെ പറ്റി ചർച്ച ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞ ആ സങ്കടം അങ്ങ് മൊത്തത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇങ്ങ് ഇറക്കി വെക്കുകയാണ്. നിങ്ങളതൊന്ന് കാണും. രാഷ്ട്രീയം CMRL-മായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നിട്ടും അന്വേഷണം നടന്നിട്ടും മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ഈ അഴിമതി കേസുകളിൽ ഒന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ്. കണ്ടല്ലോ എന്തോരം കഷ്ടപ്പെട്ടതാണെന്ന് അറിയാമോ. ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ അതൊന്നും കമ്മ്യൂണിസ്റ്റുകാര് സഖാക്കൾ കാണാതെ പോകരുത്. പിണറായി വിജയന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാണുന്നത് മുഴുവൻ BJPയുടെ നാടകമാണെന്ന് പറഞ്ഞ് സംഘത്ത് കയറി നിന്നല്ലേ ഏത് ഗോവിന്ദ മാഷ് അടക്കമുള്ള ആളുകൾ മറുപടി കൊടുത്തത് BJPക്ക്. എന്തോ ആകട്ടെ, ഇതിന് ശേഷമാണ് ഇനി രസകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയാൻ പോണത്. ഇവിടെ ഗ്യാസ് വില വർദ്ധിപ്പിച്ചതിനെ പറ്റി അങ്ങ് പറകി അമ്മച്ചി കേക്കട്ട്. 50 രൂപ അധികം കൊടുത്ത് ഗ്യാസ് വാങ്ങുമ്പോൾ അവർ ആ 50 രൂപ കൊടുക്കുമ്പോഴും അവർ സന്തോഷിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അതായത് ഗ്യാസിന് വില വർദ്ധിപ്പിച്ചത് എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടുണ്ട്, അത് നല്ല കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും വല്ലാത്തൊരു മറുപടി തന്നെയുടെ. ഗ്യാസിന് വില വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് ഇത്ര ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇത്ര സന്തോഷം പകരുന്ന ഒന്നാണെന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രന് എന്നാണ് പറയാനുള്ളത്. ഈ വർത്താനൊന്നും ഒരു വീട്ടിലും പോയി പറയല്ലേ കേട്ടാ. അമ്മച്ചിമാരെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കാന്ന് പറയാൻ വയ്യ. അവസാനം മഞ്ഞളി കുളിപ്പിച്ചു വിടാനാണ് സാധ്യത. ഇനിയാണ് ഞങ്ങൾ ശരിക്കൊരു കാര്യം പറയാൻ പോകുന്നത് അല്ലേ ശോഭജി. എന്നാ പിന്നെ നമ്മുടെ ജോർജ് കുര്യന് സുരേഷ് ഗോപിന് ഇവിടെ റിയാസും സംഘവും ഒന്ന് തിരിഞ്ഞു നോക്കാത്തതിനെ പറ്റി അങ്ങ് പറ കേക്കട്ട്. പക്ഷെ കേരളത്തിൽ നമുക്ക് മത്സ്യപ്രവർത്തകരുണ്ട്, ഏറ്റവും കൂടുതൽ കടലോരമുണ്ട്. നമുക്കൊരു വകുപ്പ് മന്ത്രിയെ മിസ്റ്റർ ജോർജ് കുര്യനെ തന്നിട്ടുണ്ട്. കടലോരത്തിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ കേരളത്തിലൊരു കടലോരത്തെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയില്ല. ടൂറിസത്തിന് വേണ്ടി സുരേഷ് ഗോപിയെ തന്നിട്ടുണ്ട്. ഒരു ഇത്ര മാസമായിട്ടും ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടത്താൻ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രിയുമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതായത് ഒരു ടൂറിസം മന്ത്രിയുണ്ട്, അത് മാത്രമല്ല ജോർജ് കുര്യനെ അവിടെ തന്നിട്ടുണ്ട്, എന്നിട്ടും അവരൊന്നും പരിഗണിക്കുന്നില്ല. ആ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ സുരേഷ് ഗോപിയായിട്ട് ഒരു ചർച്ച പോലും നടത്തുന്നില്ല. അവർക്ക് എന്നാലും കയ്യടി കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്നും മെഴുകുന്നത് കാണുമ്പോ പൊന്നു ശോഭാ സുരേന്ദ്ര വല്ലാത്തൊരു വിഴുപ്പയ അലക്കൽ തന്നെ ഒന്ന് പറയാതെ വയ്യ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ഇവിടെ വയനാട് ഒരു ദുരന്തം സംഭവിച്ചിട്ട് സുരേഷ് ഗോപിന് ആ വഴിക്ക് പോലും കണ്ടിട്ടില്ല. ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് ഒരു സംഭാവന നൽകുന്നില്ല. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല ഈ പറയുന്ന ഗോപിയേട്ടനെന്ന് നാട്ടിലെല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം നമ്മളൊക്കെ കണ്ടു കാണല്ലോ. ആരാ നിങ്ങളൊക്കെ, ആരാ ആരാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മൊത്തത്തിൽ ഇപ്പോ അണ്ണനെ കൊണ്ട് പുറത്തി മുട്ടിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ടൂറിസം വകുപ്പും ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഇങ്ങേരെയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് ഇവിടെയുള്ള വികസനം കൂടി ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും രസകരമായിട്ടുള്ള ചില തമാശ കൂടി നമ്മുടെ ശോഭ ചേച്ചി പറയുന്നുണ്ട് കേട്ടാ.
ആ തമാശയ്ക്ക് മാധ്യമപ്രവർത്തകർ തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വരും മുമ്പ് ഒരു ചെറിയ കോമഡി കൂടി നമുക്കൊന്ന് കാണാം. ആശാ പ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ MLA-മാർ ഇല്ല കേരള നിയമസഭയ്ക്കകത്ത്. ഇവിടുത്തെ അംഗൻവാടി വർക്കേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തില്ല. കഴിവും പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ടല്ല, BJP-യുടെ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി 7 പേരെ കേരളത്തിൽ പരാജയപ്പെടുത്തിയ ഞാൻ ഉൾപ്പെടെ. എനിക്ക് കഴിവുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്റെ കൊളീഗ്സ് എങ്കിലും, ഞാൻ പോട്ടെ, എന്റെ കൂട്ടുകാരെങ്കിലും 6 പേർ കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രമാണിമാരെയൊക്കെ മൂക്കുകൊണ്ട് ചാവരപ്പിക്കാൻ സാധിക്കുമായിരുന്നു. കേട്ടല്ലോ, ഈ ആശാ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അവരുമായിട്ട് നടത്തിയ ചർച്ചയെ പറ്റിയൊക്കെയാണ് ഇവിടെ ഒന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല. അതായത് ഞാനും അടക്കമുള്ള, അതായത് ഞാൻ ഇല്ലെങ്കിൽ പോട്ടെ, എന്റെ കൂട്ടുകാർ 6 പേരെങ്കിലും നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു, ഇവരെയൊക്കെ മുട്ടുകുത്തിച്ചാണ് എന്ന രീതിയിലാണ് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ ചിരി തന്നെയാണ് വന്നു പോകുന്നത്. അതെ, കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിയിറങ്ങിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ പുറത്തു മുട്ടി. ഇനി സഭയിൽ ആളുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് കൊടുത്തുവിടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു 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 എളുപ്പമായനെ എന്നായിരിക്കും അല്ലേ. എന്തായാലും ആ പടി കാണാൻ പറ്റുമെന്ന് സ്വപ്നം കാണണ്ട. വേറൊന്നും കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് അവർക്കറിയാം. ചാണകം ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചാണകമേ നാറുമെന്ന്, അത്രണ്ണ മണം വരില്ലെന്ന് നന്നായിട്ട് അറിയാമെന്ന്. അതുകൊണ്ടാണ് ഒരു കയ്യകലത്തിൽ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ ആശമാരുടെയൊക്കെ അടുത്ത് പോയിട്ട് ചർച്ച നടത്താനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് ചോദിച്ചു പോകുന്നത്. ആ JP നദ്ദയോട് കാണുമ്പോൾ പറയണം, അവന്മാർക്ക് ഈ അവിടെ ഇരിക്കുന്ന ടീമുകൾക്ക് ഒന്ന് പൈസ കൂട്ടി കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം കാണണം. പിന്നെ ഇമാതിരി കോമഡിയൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് പറയുന്നത് എന്നുള്ള ബോധ്യമൊക്കെ ഇടയ്ക്ക് വേണേ ശോഭോച്ചി. പിന്നെ ആശമാരുടെ സമരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ മാധ്യമപ്രവർത്തകരായിട്ട് ചെറുതായിട്ടൊന്ന് കോർത്ത ശേഷം സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ മേടിച്ചു കൂട്ടി. അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനത്തൊക്കെ ആശാവർക്കർമാർക്ക് എത്രയാ കൊടുക്കുന്നതെന്ന്. അത് കേട്ടതും ബോധം പോയണം കിടന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ, കിടന്ന് ഉരുണ്ട് മറയുന്നുണ്ട്. ഇനി ആ കാഴ്ചകളൊന്നും കാണാം. ഈ മാധ്യമപ്രവർത്തകരും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ആ വാക്പോരും അതിൽ വല്ലാതെ കിടന്ന് പ്രയാസപ്പെടുന്ന നമ്മുടെ ശോഭച്ചിന് കാണേണ്ട കാഴ്ചയാണ്. നന്നായിട്ട് ചിരി വരുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം കാണുമ്പോൾ അങ്ങ് അറിയാലോ, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് അങ്ങ് ആസ്വദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയാണ് ആശാവർക്കർമാർക്ക് ഇപ്പം മാസം പണം കിട്ടുന്നത്? എത്രയാണ് ഓണററി കൊടുക്കുന്നത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് 2 മണിക്കൂറും 3 മണിക്കൂറും ചെയ്യുന്ന അവരുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഫണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർ ആശാവർക്കർമാരെ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടല്ല, അവിടെ അതിന് വേറെ സംവിധാനമുണ്ട്. അതായത് അവിടെ ആവശ്യത്തിന് ആശുപത്രികളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്. ഉത്തർപ്രദേശിൽ ഇന്ത്യയിലെ ഏറ്റവും സെൻട്രൽ ഗവൺമെന്റ് തന്നെ റാങ്കിംഗ് പ്രകാരം ഹെൽത്തിൽ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനം, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റ് കണക്കുകളാണ്. നിൽക്കുന്ന സംസ്ഥാനത്തിനേക്കാൾ കൂടുതൽ ആശുപത്രിയും മെഡിക്കൽ സൗകര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളത് കൊണ്ട് അവിടെ ആശാ വർക്കർമാർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണോ പറഞ്ഞത്? അവിടെ ആശാ വർക്കർമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കുറച്ച് ആളുകളെ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ്? ആശാ വർക്കർമാരിലൂടെ അവരെ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കേരള ഗവൺമെന്റ് എടുപ്പിച്ചു. ആ കേരള ഗവൺമെന്റ് എടുപ്പിക്കുന്ന 12 മണിക്കൂറും 14 മണിക്കൂറും ഉറങ്ങുന്ന സമയത്ത് പോലും ഒരു രോഗിക്ക് ആശ്രയമായിട്ട് കേരളത്തിലെ ആശാ വർക്കർമാര് പണിയെടുക്കുമ്പോൾ അവരെ നോക്കാനുള്ള ഗഡ്സ് ഇല്ലാത്ത, വെയിൽ ശരീരത്തിൽ ഇന്ന് വരെ കൊണ്ടിട്ടില്ലാത്ത, കാലിനടിയിൽ മണൽ പറ്റിയിട്ടില്ലാത്ത ഒരാൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഇവരെ ആവശ്യമായിട്ട് സംരക്ഷിക്കാനും നോക്കാനും സാധിക്കാത്തതുകൊണ്ടാണ്. വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ആളുകൾ റോഡിലിറങ്ങുന്നത്? അല്ല, എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കേസായിട്ട് CIT ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകൾ ഉൾപ്പെടെയുള്ള ആശാവർക്കർമാർ അത് കാണാതെ പോകുന്നില്ല. ഒരാളും കാണാതെ പോകുന്നില്ല. ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് എല്ലാ മുഖ്യമന്ത്രിമാരും കൊടുത്തിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരുടെ ശമ്പളത്തെ വർദ്ധിപ്പിക്കാനും ഓണറേറിയം കൊടുക്കാനും ഞങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് കർണാടകയ്ക്ക് അറിയിക്കാൻ സാധിച്ചു, ആന്ധ്രയ്ക്ക് സാധിച്ചു,
നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിന് സാധിച്ചു, അതുപോലെ തന്നെ അകലെ കിടക്കുന്ന ബംഗാളിന്, പശ്ചിമ ബംഗാളിന് സാധിച്ചു. കേരളത്തിന് മാത്രം എന്താ സാധിക്കും? കേരളമാണല്ലോ വർദ്ധിപ്പിച്ചത് 7,000 രൂപയാക്കി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ NHM മിഷന്റെ കീഴിൽ ആശാ വർക്കർമാരെ തുടങ്ങിയപ്പം കൊണ്ടുവന്ന ഇൻസെന്റീവിൽ നിന്ന് ഒരു പൈസ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ കേരള സർക്കാർ കഴിഞ്ഞ 7,000 രൂപയിലേക്ക് എത്തിച്ചു. മറ്റേത് സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു? ഒരു സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാരെ കെയർ ചെയ്തത് കേരളമാകുമ്പോ എന്തുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് മാറുന്നത്? ഇത് രാഷ്ട്രീയ ആരോപണമല്ല. ഇനി രക്ഷയില്ല. എന്നാ UP-നെ കയറി പിടിക്കാന്ന് വെച്ച് UP-നെ പറ്റി പറഞ്ഞു. അങ്ങ് UP-ലേക്ക് നോക്കൂ, അവിടെ എത്ര മെഡിക്കൽ കോളേജാണ് തുറന്നിരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം കൂടി ഒന്ന് കേട്ടു. ഉത്തർപ്രദേശിനെ നോക്കൂ എന്നല്ലേ പറഞ്ഞത്? അവിടെ എത്ര മെഡിക്കൽ കോളേജുകൾ വർദ്ധിച്ചു? UP-യിൽ യോഗി ആദിത്യനാഥ് വന്നതിന്റെ മുൻപുള്ള കണക്കും UP-യിലാണ് ഓക്സിജൻ കിട്ടാതെ എത്രയോ കുട്ടികൾ, ചെറിയ വെട്ടുവീണ കുട്ടികൾ ഉൾപ്പെടെ മരിച്ചത്. അങ്ങനെ അപകടം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നാരും പറഞ്ഞില്ല. അങ്ങനെ സംഭവിക്കില്ല. നമ്മള് കണക്കുകൾ വെച്ച് സംസാരിക്കുക. അതാണ് നമ്മള് കറപ്ഷനെ പറ്റി പറയാം, ഹെൽത്തിനെ പറ്റി പറയാം. കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. രക്ഷയില്ല. എന്നാ പിന്നെ വയനാട് ദുരന്തത്തിൽ കയറി പിടിക്കാം എന്ന് വെച്ച് അങ്ങോട്ടേക്ക് പോയി കയറി കൊടുത്തു. അവസാനം മൊത്തത്തിൽ മാധ്യമ പ്രവർത്തകരൊക്കെ പഞ്ഞി കിട്ടും. അതുകൂടി ഒന്ന് കാണാം. വയനാട് ദുരന്തത്തിന് വേണ്ടി, ദുരന്ത നിവാരണത്തിന് വേണ്ടി കിട്ടിയ കോടികളുടെ കണക്കവിടെ എത്ര ചെലവഴിച്ചു? ആർക്കാ കൊടുത്തത്? എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുത്തു? എത്ര കോടി നിങ്ങൾ വകമാറ്റി? എത്ര ലാപ്സ് ആക്കി കളഞ്ഞു? ഇത് ആരുടെയെങ്കിലും സ്ത്രീധന പണം എടുത്ത് വെച്ചിരിക്കുകയല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ. കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്താൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ പൂജ്യം എഴുതാൻ അറിയില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചത്? കോവയില്ല, കുത്തില്ല, പൂജ്യമില്ല. തോന്നിയ രീതിയിൽ കണക്ക് കൊടുത്താൽ അവിടെ നിന്ന് ചാക്കുകെട്ടിൽ വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ഭൂചലനം നടന്നു മ്യാൻമാറിൽ. എന്ത് കണക്ക് കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി ഒരു വലിയ തുക ദുരിതാശ്വാസമായിട്ട് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്? അവർക്ക് കൊടുത്തത് എന്ത് കണക്ക് കൊടുത്തിട്ടാണ്? അങ്ങനെ പ്രസിഡന്റ് വയനാട്ടിലേക്ക് കണക്ക് കൊടുത്തിട്ടല്ലോ പണം കൊടുത്തത്. എവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അലിഗേഷൻ. എങ്ങനെയാണ് അലിഗേഷൻ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കൊടുത്തത്? ലോണായിട്ട് കൊടുത്തല്ലോ. പാർലമെന്റിനകത്ത് പറഞ്ഞു. അതായത് ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലേക്ക് കൊടുത്ത പൈസയുടെ വിനിയോഗത്തിന്റെ കണക്ക്. മാഡം, എല്ലാ സ്റ്റേറ്റിലും കൊടുക്കുന്ന ദുരന്ത നിവാരണ സേനയ്ക്ക് കൊടുക്കുന്ന ഫണ്ടാണ്. ഈ ബാക്കി സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പ്രളയോ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ അഡ്വാൻസ് ആയി പണം കൊടുക്കുന്നു. അതിന് കണക്ക് വേണ്ട, നിവേദനം വേണ്ട, ഒന്നും വേണ്ട. ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞാണ് എന്തുകൊണ്ട് നിങ്ങൾ പണം കൊടുക്കുന്നില്ല എന്നുള്ളത്. മാർച്ച് മാസം അവസാനിക്കുമ്പോൾ തന്നെ വായ്പയുടെ പരിധി അത് ഉപയോഗിച്ച് തരണം എന്ന് പറഞ്ഞ് ഒരു നിബന്ധന വെച്ച് വായ്പ കൊടുക്കുന്നു. ഹൈക്കോടതിക്ക് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ അത് കൂട്ടി നൽകണം, ഡിസംബർ വരെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു വന്നു. ഏറ്റവും അവസാനം ബാങ്ക് വായ്പകൾ എഴുതി തരണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിക്ക് കേന്ദ്ര സർക്കാരിനോട് വെക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ദുരന്ത നിവാരണത്തിന് വേണ്ടി എത്ര കോടി കിട്ടിയെന്നാണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തായാലും എന്നേക്കാൾ കൂടുതൽ കണക്കുണ്ടല്ലോ. ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കേരള ഗവൺമെന്റിലേക്ക് എത്ര കോടി കിട്ടിയെന്ന് ഒരു ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു മാഡം, അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാ വർഷവും ദുരന്ത നിവാരണ സേനയ്ക്ക് വേണ്ടി മാഡം അത് പബ്ലിക് ഡൊമൈനിൽ SDMA സൈറ്റിൽ പോയി എടുത്തു നോക്കിയാൽ നമുക്ക് ഇപ്പൊ കിട്ടും. എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ കൊടുത്ത പണം പിണറായി വിജയൻ കൃഷിനാശം ഉണ്ടായാൽ തൊട്ട് വന്യജീവി ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടാൽ തൊട്ട് എല്ലാം കൊടുക്കുന്ന പണവും മുഖ്യമന്ത്രിയുടെയും ഈ ദുരിതാശ്വാസ നിധിയും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കണക്ക് വെച്ചിട്ടില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ നന്നായിട്ട് അടി മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല ക്ഷീണം കാണും. അതുകൊണ്ട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് ഒരു റെസ്റ്റ് ഇന്ന് കൊടുക്കേണ്ടതാണ്. എന്നാലും നമ്മുടെ ശോഭച്ചി ഈ 10-50 മിനിറ്റ് ഒക്കെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഗീർവാൺ അടിക്കാൻ വേണ്ടി വന്നപ്പോ ഈ ശോഭ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന അറിയാലോ കുറെ ശില്പന്തികൾ മാത്രമേ അവിടെ ഉണ്ടാവൂ എന്ന് വിചാരിച്ചു. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലും സംഘവും ഒക്കെ. പക്ഷെ അവിടെ പ്രതികരണ ശേഷിയുള്ള ചില മാധ്യമപ്രവർത്തകർ ഉണ്ടായിപ്പോയി. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ വല്ലാതെ കഷ്ടപ്പെട്ട് ഒരു പരുവത്തിലായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എനർജി ഡ്രിങ്ക് മേടിച്ച് കൊടുക്കണേടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ ശോഭാച്ചിനോട് ഒരു കാര്യം കൂടി, ഈ ഗ്യാസിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മച്ചിമാർക്ക് എന്ത് വരും എന്ന് പറഞ്ഞ് സന്തോഷം കട്ട് ചെയ്തു 50 രൂപ അധികം കൊടുത്ത് ഗ്യാസ് വാങ്ങുമ്പോൾ അവർ 50 രൂപ കൊടുക്കുമ്പോഴും അവർ സന്തോഷിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയുന്നത്